അബ്രഹാമിനെ ശക്തിപ്പെടുത്തിയ രണ്ടാമത്തെ സംഭവം 17-ാം അധ്യായം 1-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിനെ പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. രണ്ടാമത് ദൈവം ശക്തീകരിച്ചത് അബ്രഹാമിന്റെ ചെവിയിൽ സംസാരിച്ച സ്തോത്രം. ആരും കേൾക്കാത്ത ശബ്ദം ആര് കേട്ടു? അബ്രഹാം കേട്ടു. ഒന്നാമത് ശക്തിപ്പെടുത്തിയത് കാണിച്ചാണെങ്കിൽ രണ്ടാമത് ശക്തിപ്പെടുത്തിയത് കേൾപ്പിച്ച സ്തോത്രം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ദൂത് പറയാം. ആമേൻ. ദൈവം പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞ വാക്കും നിന്റെ ലൈഫിൽ നടക്കത്തില്ല. ദൈവം പറഞ്ഞതേ നടക്കത്തുള്ളൂ. ഞാൻ അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കും. സാഹചര്യങ്ങൾ മാറിപ്പോകാം, ദൈവം അരുളി ചെയ്ത പോലെ തന്നെ. ഓ ഹല്ലേലൂയ. ഇരിക്കുന്ന ചിലരോടൊക്കെ ഞാൻ ആത്മാവി പ്രവചിക്കുക, നിന്നോട് എന്ത് നടക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ നടക്കും. അത് തന്നെ നടക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അത് തന്നെ നടക്കും. 2023 നിന്റെ കുടുംബത്തിനകത്ത് ദൈവം പറഞ്ഞത് തന്നെ സംഭവിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തു പറ, ദൈവം പറഞ്ഞത് തന്നെ സംഭവിക്കുമെന്ന് പറ. സ്തോത്രം. ഒരിക്കലെങ്കിലും ദൈവശബ്ദം കേട്ടോ ഒരു കൈ പൊക്കിക്കേ. മൊത്തം പേരുമുണ്ട്, കൈ താത്തിട്. അതുപോലെ സംഭവിക്കാൻ പോവുക. ഞാൻ കേട്ട ശബ്ദമൊന്നും സാഹചര്യത്തിന് അനുകൂലമല്ലായിരുന്നു, പക്ഷെ ഞാൻ കേട്ട ശബ്ദമല്ല സാഹചര്യത്തിന് പ്രതികൂലമായിരുന്നു. എന്നാൽ ഇന്ന് സാഹചര്യം മാറി, ദൈവം പറഞ്ഞത് അതുപോലെ. നിന്റെ വീടിന്റെ ചരിത്രം മാറുമെന്ന് ദൈവം പറയുന്നു. നിന്റെ കുഞ്ഞിന്റെ യേശുവിന്റെ നാമത്തിൽ. യോസഫേ, നിനക്കൊരു സ്വപ്നം തരുക, നിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കും. ആര് നിന്നെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചാലും കുഴിച്ചു മൂടാൻ ശ്രമിച്ചവർ ലജ്ജിക്കും. നീ കണ്ട സ്വപ്നം. എത്ര പേര് അതിന് ആമീൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് സ്വപ്നമുള്ള നീ നിന്റെ വീടിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കണം. നീ നിന്റെ സന്തതിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. നീ കണ്ട സ്വപ്നം നിറവേറാൻ പോവുക. നിന്റെ വീടിനകത്തുനിന്ന് വാഗ്ദത്തങ്ങൾ സടകുടഞ്ഞ് എഴുന്നേക്കും. ഒന്ന്, നീ സ്വപ്നം കാണണം. 2, അബ്രഹാം ദൈവശബ്ദം കേട്ട് ശക്തിപ്പെട്ടു. ഇനി മൂന്നാമത് ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം വിടുക. പ്രാർത്ഥനയിൽ ദൈവദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ശക്തിപ്പെടുത്താൻ ഇറങ്ങിയ ചരിത്രം ബൈബിളിലുണ്ട്. യേശുക്രിസ്തുവിന്റെ ഒലിവുമലയിലെ പ്രാർത്ഥനയിൽ ജീസസ് വേദപുസ്തകം വിവരിക്കുക, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്നു. കണ്ണിൽ കണ്ടതും ചെവിയിൽ കേട്ടതും പ്രാർത്ഥനയിൽ ഹൃദയം പകർന്നപ്പോഴും ശക്തിപ്പെടുത്തുവാൻ ദൈവം ഇറങ്ങി വരുക. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ശക്തിപ്പെടുന്ന 3 മേഖല: കാണുന്ന കാഴ്ച, കേൾക്കുന്ന കേൾവി, പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ബന്ധം. ഇന്ന് പകൽ നിന്നെ ശക്തിപ്പെടുത്തിയേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഉപവസിക്കുന്ന സമയത്ത് ചിലർ കണ്ടിട്ടുണ്ടോ? ശരീരം ബലഹീനമാണ്, ഷുഗർ ഹൈ ആണ്, കൊളസ്ട്രോൾ ഹൈ ആണ്, പ്രഷർ ഹൈ ആണ്. പക്ഷെ ഉപവസിക്കാനിരുന്നു. 1-ാം ദിവസം ക്ഷീണം, 2-ാം ദിവസം തലവേദന, 3-ാം ദിവസം ഇച്ചിരി ബുദ്ധിമുട്ട്. പക്ഷെ 3-ാം ദിവസം വൈകിട്ട് മുതൽ ഒരു അസാധാരണ ദൈവശക്തി. എന്താ കാര്യം? അവനെ ശക്തിപ്പെടുത്തുവാൻ ജീസസ്. എന്നോട് ദൈവം പറയുക, ഇന്നിവിടെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ചിലരെ ഒന്ന് ശക്തിപ്പെടുത്താൻ.